വടുതലയിലെ ബണ്ട് നീക്കുന്ന വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷയത്രയും നാഷണൽ ഹൈവേ അതോറിറ്റിയിലാണ്. ബണ്ട് നീക്കാൻ NHAIക്കാകും സാധിക്കുകയെന്ന് കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. NH-66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണ് ഉപയോഗിക്കാനാകില്ലെന്ന് അവർ മണ്ണ് പരിശോധന നടത്തി പറഞ്ഞുവെങ്കിലും തൃശൂർ, പാലക്കാട് ഡിവിഷനുകളുടെ മണ്ണ് സംബന്ധിച്ച് താൽപര്യമറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രതീക്ഷയുണ്ടെന്നും മണ്ണും ചെളിയും നീക്കുന്നതിനുള്ള ഫണ്ടാണ് പ്രധാന പ്രശ്നമെന്നും കളക്ടർ പറഞ്ഞു. അതേസമയം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത ദുരന്ത നിവാരണ ചെയർമാൻ എന്ന നിലയിൽ 10 കോടി രൂപയാണ് കളക്ടർക്ക് ഉപയോഗിക്കാനാകുക. ഇതുപയോഗിച്ചുകൊണ്ട് 2 പാനുകൾക്കിടയിലെ മണ്ണും ചെളിയും നീക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഈ ഫണ്ട് അതിന് തികയില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. 20-18 സ്പാനുകൾക്കിടയിലും അടിഞ്ഞ മണ്ണും ചെളിയും നീക്കാൻ പ്രധാന വെല്ലുവിളി കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ്. പൈലിംഗ് സമയത്തും മറ്റും റെഡിമിക്സിലൂടെ എത്തിച്ച കോൺക്രീറ്റ് മിക്സിൽ അധികമായി വന്നത് ഓരോ തൂണുകൾക്ക് സമീപവും ഉപേക്ഷിക്കുകയും ചെയ്തു. ഇത് ബലപ്പെട്ട ഭീകര വലുപ്പത്തിൽ വെള്ളത്തിന്റെ അടിത്തട്ട് മുതൽ ഉറച്ചിട്ടുമുണ്ട്. കൂടാതെ വടുതല ബണ്ടിലെ മണ്ണും ചെളിയും ഡ്രഡ്ജ് ചെയ്യാൻ തയ്യാറാണെന്ന് എറണാകുളം ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ കമ്പനി അറിയിച്ച് രംഗത്തെത്തി. പുതുവൈപ്പ് LNG ടെർമിനലിന് സമീപമുള്ള കമ്പനിയാണ് നിർദ്ദേശം സർക്കാരിന് മുൻപാകെ വെച്ചത്. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ നേരിൽ കണ്ട് കമ്പനി സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. സർക്കാർ ആദ്യം ഡ്രഡ്ജിങ്ങിനുള്ള പണം അനുവദിക്കണമെന്നും പിന്നീട് ഈ പണം റോയൽറ്റിയായി തിരികെ നൽകാം എന്നുമാണ് കമ്പനിയുടെ വാഗ്ദാനം. ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് മണലാക്കി മാറ്റാനും ചെളിയിൽ നിന്ന് കളിമണ്ണാക്കാനുമുള്ള സാങ്കേതിക വിദ്യ തങ്ങൾക്കുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം പെരിയാറിന് കുറുകെ നിർമ്മിച്ച വടുതലയുടെ ബണ്ട് ബലപ്പെട്ട കൊച്ചി മുക്കാൻ പോകുന്ന ഭീമൻ ജലബോംബായി മാറിയതിന് പിന്നിൽ റെയിൽവേയുടെ നിർമ്മാണം നടത്തുന്ന റെയിൽ വികാസ് നിഗം ലിമിറ്റഡും ഉപകരാർ നേടി ബണ്ടുൾപ്പെടെ നിർമ്മിച്ച അഫ്കോൺസുമാണെന്ന രേഖകൾ തെളിഞ്ഞിരുന്നു. റെയിൽപാത നിർമ്മാണം പൂർത്തിയാകും മുൻപേ വിഷയം ഹൈക്കോടതിയിലും എത്തിയിരുന്നു. 2009 ഓഗസ്റ്റ് 24-ന് മത്സ്യത്തൊഴിലാളികളാണ് ഹർജി നൽകിയിരുന്നത്. 2010 മാർച്ച് 22-ന് ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ വിധി പുറപ്പെടുവിച്ചിരുന്നു. ബണ്ട് നീക്കം ചെയ്ത കായലിലെ ഒഴുക്ക് സുഗമമാക്കുമെന്ന് അന്ന് അഫ്കോൺസ് അറിയിച്ചതായും വിധിയിലുണ്ട്. കളക്ടർ നേരിട്ടോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ കൊണ്ടോ സ്ഥലത്ത് പരിശോധന നടത്തണമെന്നും വിധിയിൽ നിർദ്ദേശിച്ചിരുന്നു. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ 2009 സെപ്റ്റംബർ മുതൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അഫ്കോൺസിന് ഭീമമായ തുക അധികമായി നൽകിയിരുന്നു. പെർഫോമൻസ് സർട്ടിഫിക്കറ്റിനായി RVNLനെ ആദ്യം അഫ്കോൺസ് സമീപിച്ചുവെങ്കിലും ബണ്ട് നീക്കാത്തതിനാൽ നൽകിയില്ല. പിന്നീട് ബണ്ട് നീക്കിയെന്ന് കാട്ടിക്കൊണ്ട് വ്യാജരേഖ സമർപ്പിച്ചപ്പോൾ പരിശോധിക്കാതെ തന്നെ പെർഫോമൻസ് ഗ്യാരണ്ടിയും പെർഫോമൻസ് സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടിയായ 16.78 കോടി രൂപ കൂടി നൽകിയെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. റെയിൽവേ മേൽപ്പാലം പദ്ധതി പൂർത്തിയായെന്ന് പറഞ്ഞ് അഫ്കോൺസ് കൂടുതൽ തുകയും ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ 4 ആർബിട്രേഷൻ കേസുകൾ ഉണ്ടായിരുന്നു. 2 കരാർ കമ്പനിക്ക് അനുകൂലമായിരുന്നു വിധി. ബാക്കി 2 മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് വിവരം. വടുതലയിലെ ചെളിയും എക്കലും ഡ്രഡ്ജ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ പോർട്ട് ട്രസ്റ്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കപ്പൽച്ചാൽ ഡ്രഡ്ജ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും അതിനാവശ്യമായ സാധന സാമഗ്രികളും മാത്രമാണുള്ളത്. ആഴം കുറഞ്ഞ വടുതലയിൽ ഡ്രഡ്ജിംഗ് സാധ്യമല്ല, ചെലവ് താങ്ങാനാകില്ല തുടങ്ങിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെതിരെ രംഗത്ത് വന്ന പോർട്ടിന് ഇപ്പോൾ നീക്കുന്ന മണ്ണിന്റെയും ചെളിയുടെയും തുക കണക്കാക്കി ലഭിക്കണം എന്ന തരത്തിൽ വാദവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.